ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളി ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷനിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തൂക്കി കുതിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയൂടെ ചെയ്യുന്നു. ആദ്യ ദിനം സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1520ഓളം ഷോകളാണ്. അതിനകത്തിൽ തന്നെ 2.25 ലക്ഷം ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്ക് 3,80,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ തന്നെ നേടാനായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ. അതായത് വൈകുന്നേരം 8 മണി വരെയുള്ള കണക്കുകളിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അതായത് റെക്കോർഡ് വേഗത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ കൂടുന്നു. ബുക്ക് മൈ ഷോയിൽ തീ പടർത്തുന്ന ലെവലിലാണ് ബുക്കിംഗ് വരുന്നത്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എവിടെയും അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്ന 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ചില മണിക്കൂറുകളിൽ 32,000 വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇന്ന് അപ്ഡേറ്റുകളിൽ വരുന്നുണ്ട്. ഈ ഒരു മണിക്കൂറിൽ 23,000 ടിക്കറ്റുകളാണ് സിനിമയുടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും മാത്രമല്ല GCC രാജ്യങ്ങളിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും റെക്കോർഡ് തൂക്കി വരുന്ന ഈ ഒരു സിനിമയ്ക്ക് പ്രീസെയിലൂടെ തന്നെ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പിലേക്ക് നമുക്ക് വരാം. ഇന്നലത്തെ പ്രീസെയിലൂടെ വന്നത് കേരളത്തിൽ നിന്ന് 1,93,00,000 രൂപയും കർണാടകത്തിൽ നിന്ന് 23 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്ന് 2.5 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,50,000 രൂപയും ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ 2,34,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. വേൾഡ് വൈഡ് ആയിട്ട് 4,62,00,000 രൂപയാണ് സിനിമ പ്രീസെയിലൂടെ നേടിയത്. ഈ ഒന്ന് ഹെവി പോസിറ്റീവ് അടിച്ചതോടുകൂടി ഓരോ മണിക്കൂറിലും കണക്ക് അങ്ങ് കൂടുന്നു എന്ന് തന്നെ പറയാം. പ്രീസെയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്നു ഈ ഒരു കളക്ഷൻ. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 6.5 തൊട്ട് 7 കോടിക്കടുത്ത് വരാനുള്ള ചാൻസുകളാണ്. കാരണം എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇന്ന് ട്രാക്ക് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണേലും 5 കോടി തൊട്ട് 5.5 കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എന്നുള്ളതാണ്. രണ്ടാം ദിനവും പ്രീസെയിൽ കളക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു 1,64,00,000 രൂപ കടന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആദ്യ ഒരു ദിനത്തിൽ തന്നെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 15 കോടി തൊട്ട് 20 കോടിക്കിടയിൽ വരാനുള്ള ചാൻസുകൾ ഏറെ എന്നുള്ളതാണ്. തിയേറ്ററുകളുടെ കൗണ്ടുകൾ കുറവാണ്. കാരണം നമുക്കറിയാം ഓണം സീസണിൽ വരുന്നത് കൊണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ റേഞ്ചിലേക്ക് മാറും. ഇനിയും ഓണ സീസണിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ പാടാണ്. ബുക്ക് മൈ ഷോ എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യവും മനസ്സിലാക്കാവുന്നതാണ്. കാരണം നാളെയും മറ്റന്നാളുമൊക്കെ ബുക്കിങ്ങിന് പോവുകയാണെങ്കിൽ ഏർലി മോർണിംഗ് പോയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കാണുന്നത്. 9 മണിയുടെയൊക്കെ ഷോ ആണ്. അല്ലാത്ത ഷോകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. ഏതാനും തിയേറ്ററുകളിൽ ടിക്കറ്റ് ലഭ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഇന്ന് തലേ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇനിയും നിങ്ങൾ ഞായറാഴ്ച എടുത്താലും സമാനമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട്. തിങ്കളാഴ്ചയാണ് ഇനി സിനിമയ്ക്ക് ഗ്രീൻ കാണാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അതൊക്കെ മാറുന്ന കാണാം. ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസ് ഒന്നും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഫ്രണ്ട് റോയിലൊക്കെ പോയിരുന്ന് കാണേണ്ട ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഗംഭീരമായ ബുക്കിംഗ് ആണ്. ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടാൻ കഴിഞ്ഞതാണ് സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിക്കുന്നത്. നിവിൻ പോളിയുടെ അടുത്ത 200 കോടി ചിത്രമെന്ന് ഈ ഒരു സിനിമയെ ഉറപ്പിക്കാം. ആ റേഞ്ചിലാണ് സിനിമയുടെ പോക്ക്. ഈ ഓണ സീസൺ കഴിയുമ്പോൾ തന്നെ സിനിമ 200 കോടി കടന്നിട്ടുണ്ടാകും. അത്ര ഗംഭീരമാണ്. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യും.